survivor of the Air India crash was arrested in his home after it was revealed he had lied about being on the flight. But just days later, inconsistencies began to surface. Investigators confirmed his name was not on the passenger manifest. Hello and hi everyone. നമസ്കാരം and welcome to Reaction by രഞ്ജുള്ളിക്കൽ. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് നമ്മളൊരു ദുരന്തം, അത് നമ്മളതിൽ ഭാഗമല്ലെങ്കിൽ നമ്മുടെ മനസ്സിനെ സ്വാധീനിച്ച അല്ലെങ്കിൽ മനസ്സിനെ വേദനിപ്പിച്ചൊരു ദുരന്തം കണ്ടത്. അഹമ്മദാബാദിൽ നിന്ന് ലണ്ടനിലേക്ക് പോവായിരുന്ന എയർ ഇന്ത്യയുടെ വിമാനം പറന്നുയർന്ന ഉടൻ തന്നെ, ടേക്ക് ഓഫ് കഴിഞ്ഞ ഉടൻ തന്നെ അത് നിലത്തേക്ക് വീണ് തകർന്നതിലുള്ള എല്ലാ യാത്രക്കാരും ഒരാൾ ഒഴികെ എല്ലാവരും മരണപ്പെട്ടു. ആ സർവൈവ് ചെയ്തത് ബ്രിട്ടീഷ് ഇന്ത്യനായിട്ടുള്ള വിശ്വാസ് മാത്രമാണ്. പക്ഷെ കഴിഞ്ഞ ദിവസം വളരെ യാദൃശ്യമായിട്ട് ഞാൻ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടു. എൻ്റെ ഫീഡിൽ വന്നതാണ്. ആ പോസ്റ്റ് ഇപ്രകാരമാണ് പറയുന്നത്: ദി ഓൺലി സർവൈവർ ഓഫ് AI Air India, Ahmedabad to London, arrested from home. His name was not on passengers manifest. അപ്പം ഞാൻ ഈ സംഭവം കണ്ടപ്പോഴേക്ക് ഞെട്ടിപ്പോയി. കാരണം നമ്മൾക്ക് ആ നമ്പർ തന്നെ മനസ്സിൽ ഓർമ്മയുണ്ട്. 11A എന്ന സീറ്റിലായിരുന്നു ആ വ്യക്തി ഇരുന്നിരുന്നത്. വളരെ ആദർശികമായിട്ടാണ് എമർജൻസി എക്സിറ്റ് തുറന്ന് അദ്ദേഹത്തിന്റെ പെട്ടെന്നുണ്ടായ ഒരു റിയാക്ഷൻ, റിഫ്ലക്സിൽ അദ്ദേഹം ചെയ്തൊരു കാര്യമായിരിക്കും അദ്ദേഹം രക്ഷപ്പെട്ടു എന്നുള്ളത്. അത് ഒരു ദുരന്തത്തിൽ നമ്മൾക്ക് സമാധാനം നൽകിയ ഒരു വാർത്തയാണ്. അങ്ങനെയുള്ള ഒരു വാർത്തയ്ക്ക് ഘടകവിരുദ്ധമായ ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ്. അയാൾ അറസ്റ്റ് ചെയ്യപ്പെടുന്നത് കാണുന്നു. അതുമാത്രമല്ല, അയാൾ ആ പാസഞ്ചേഴ്സ് ലിസ്റ്റിൽ ഇല്ലാത്തൊരു വ്യക്തിയാണെന്നൊരു സംഭവം കാണുന്നു. അത് കണ്ടപ്പോൾ ഒരു കൗതുകം തോന്നിയിട്ടാണ് ഇതെന്താണ് സംഭവം എന്ന് പറഞ്ഞാൽ അവരുടെ പേജിൽ പോയി നോക്കുന്നത്, സുഹൃത്തിൻ്റെ ഫേസ്ബുക്ക് പേജിൽ പോയി നോക്കുന്നത്. അപ്പോൾ അവർ ഒരു വാർത്ത അതിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. ആ വാർത്തയുടെ ഒരു ഹൈലൈറ്റ് ആണ് നിങ്ങളിപ്പോൾ കണ്ടത്. ഞാൻ അതിന്റെ പൂർണ്ണമായ സംഭവം കേൾപ്പിച്ചു തരാം. Survivor of the Air India crash was arrested in his home after it was revealed he had lied about being on the flight. The incident centers around the tragic crash of Air India flight AI-171, a Boeing 787 Dreamliner en route from Ahmedabad to London Gatwick, which went down on June 12, 2025, just seconds after takeoff. The crash claimed the lives of all 241 passengers on board and several people on the ground after the plane slammed into a medical facility. Media around the world reported on a supposed lone survivor, Vishwas Kumar Ramesh, a British citizen who claimed he was sitting in seat 11A by the emergency exit when a mid-air explosion allegedly threw him clear of the wreckage. His emotional retelling of the event, filled with vivid details of chaos and survival, went viral, gaining massive traction across social media. But just days later, inconsistencies began to surface. Investigators confirmed his name was not on the passenger manifest, and no hospital had any record of admitting him. Surveillance footage even placed him at a local shopping center at the time of the crash. It turned out he had faked the entire story in hopes of gaining online fame and sponsorship deals. ഈ ഫേസ്ബുക്ക് പേജിൽ, എവിയേഷൻ എന്നാണ് ഈ ഫേസ്ബുക്കിന്റെ പേര്, ഈ ഫേസ്ബുക്ക് പേജിൽ പറയുന്ന കാര്യം അനുസരിച്ചിട്ട് വിശ്വാസ് കുമാർ ഒരു സോൾ സർവൈവർ അല്ല. അയാൾ ആ ഫ്ലൈറ്റിൽ പോലും ഉണ്ടായിരുന്നില്ല. ഈ ഫ്ലൈറ്റ് ക്രാഷ് ചെയ്യുന്ന സമയത്ത് തൊട്ടടുത്തുള്ള ഒരു മാളിൽ ഇയാൾ ഉണ്ട് എന്നുള്ളതിന്റെ ഡീറ്റെയിൽസും ഉണ്ട്. അത് മാത്രമല്ല, ഇയാൾ ഇത് ചെയ്യാനുള്ള കാരണം സോഷ്യൽ മീഡിയ അറ്റൻഷൻ ലഭിക്കാൻ വേണ്ടിയാണ്. നിലവിൽ ഇയാൾ അറസ്റ്റിലാണെന്നാണ് ഈ വാർത്തയിൽ പറയുന്നത്. സത്യത്തിൽ അങ്ങനെ ഒരു സംഭവം സാധ്യമാണ്. നമ്മളൊരു സാധാരണ രീതിയിൽ ചിന്തിച്ചാൽ തന്നെ ഒരാൾക്ക് അങ്ങനെ കുറച്ച് ബുദ്ധിയുള്ളവർ, പ്രത്യേകിച്ച് കുറച്ചും കൂടെ ഫ്ലൈറ്റിൽ യാത്ര ചെയ്ത ഒരാളാണെങ്കിൽ നമ്മൾ അങ്ങനെ ഒരു മണ്ടത്തരം പറഞ്ഞിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കും. ഒരു ബ്രിട്ടീഷ് ഇന്ത്യനെ ഒരാൾ അയാൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ യാത്ര ചെയ്തിട്ടുണ്ടാകാം. തീർച്ചയായിട്ടും ഒരു ഇന്റർനാഷണൽ ട്രാവൽ എടുത്തിട്ടുണ്ട്. അയാൾക്ക് അറിയാമായിരിക്കും ഫ്ലൈറ്റിലെ സാധാരണ പ്രൊസീജിയർ എന്താണെന്നുള്ളത്. അങ്ങനെയുള്ള ഒരാൾ ഇത്തരം കള്ളവുമായിട്ട് വരുമോ? അങ്ങനെ സംശയം ഞാൻ ഇവരുടെ പേജിൽ കുറച്ചും കൂടി സ്ക്രോൾ ഡൗൺ ചെയ്ത് നോക്കി. അപ്പോൾ അതിനകത്ത് മറ്റൊരു വീഡിയോ കാണാനിടയായി. ഈ വീഡിയോ അനുസരിച്ച് ഇവർ പറയുന്നത് ആക്സിഡന്റ് നടക്കുന്ന സമയത്ത് ഇയാൾ പുറത്തായിരുന്നു, പിന്നെ അകത്തേക്ക് പോകുന്നു, പിന്നെ ഇയാൾ തിരിച്ചു വരുന്ന രീതിയിലാണ് ഈ വീഡിയോ അവതരിപ്പിച്ചിരിക്കുന്നത്. നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടുനോക്കാം. നിങ്ങളത് കാണുന്നുണ്ട്, അയാൾ അകത്തേക്ക് അപകടം നടന്ന ബിൽഡിങ്ങിന്റെ മതിൽക്കെട്ടിനകത്തേക്ക് ഇയാൾ പോകുന്നു എന്നൊരു ദൃശ്യമുണ്ട്. ഈ ദൃശ്യം എന്തുകൊണ്ട് മീഡിയ മറച്ചു വെക്കുന്നതെന്ന് എനിക്ക് ആ വീഡിയോ കണ്ടപ്പോൾ അയാളാണെന്ന് തോന്നി. കാരണം അയാൾ ലിംബ് ചെയ്യുന്നുണ്ട് എന്ന രീതിയിലാണ്. ഒരുപക്ഷെ അയാൾ വന്നതിന് ശേഷം വീണ്ടും തിരിച്ചകത്തേക്ക് പോകുന്നതാണോ അല്ലെങ്കിൽ മറ്റൊരു വ്യക്തിയാണോ എന്നുള്ള കാര്യത്തിലൊന്നും കൃത്യമായ ക്ലാരിറ്റി ഇല്ല. പക്ഷേ ഇവരിത് പറഞ്ഞു വെക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ അപകടം നടക്കുന്ന സമയത്ത് ഇയാൾ ആ ഫ്ലൈറ്റിലില്ല. അയാൾ മനപ്പുറം അതിൻ്റെ അകത്തേക്ക് കയറി ചെന്നതിന് ശേഷം പുറത്തേക്ക് ഒന്നാണ്. ഇവർ നേരത്തെ പറഞ്ഞ സംഭവത്തിൽ അതൊരു കോൺട്രഡിക്ഷൻ ഉള്ളത്. ഇവർ ആദ്യം ആ ഒരു ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിരുന്ന വാർത്തയിൽ പറഞ്ഞത് ഈ അപകടം നടക്കുന്ന സമയത്ത് ഇയാൾ ഒരു മോളിലാണെന്ന് പറയുന്നു. ഇയാൾ മോളിൽ നിന്ന് അപകടം നടത്തുന്ന സ്ഥലത്തേക്ക് എത്തണം, പിന്നെ അവിടെ നിന്ന് ഇതിനകത്ത് കയറണം, പുറത്തിരിക്കുന്നവരൊക്കെ മണ്ടന്മാരാണോ? ഇയാൾ പുറത്തേക്ക് വരുമ്പോഴേക്കും ഇയാളിപ്പോൾ കയറിപ്പോയ ആളല്ലേ എന്ന് മനസ്സിലാക്കിയിരിക്കാൻ മാത്രം.
മണ്ടന്മാരൊന്നുമല്ല. പിന്നെ കുറച്ചും കൂടി സ്ക്രോൾ ചെയ്തപ്പോൾ മറ്റൊരു വാർത്ത ഇയാൾ അറസ്റ്റ് ചെയ്തിട്ട് ബന്ധപ്പെട്ട ഒരു സംഭവമാണ് പറയുന്നത്. നേരത്തെ ഇവർ പറഞ്ഞ് ഷെയർ ചെയ്ത വീഡിയോയുടെ എക്സ്റ്റൻഷൻ പോലെ കാണിക്കുന്ന ഒരു വീഡിയോ ആണിത്. Why was the sole survivor of the plane crash, Vishvash Kumar Ramesh, arrested? The real reason will surprise you. It is said that in Ramesh's home, investigators found some puzzling items. It was seen that the police carried out several sealed boxes from his home, which seemed to contain some parts and paper filled with densely packed data. It was also reported that in the drawer of his study, several drawings marked with the internal structure and flight path of the aircraft were found. There were many marks circled in red on these drawings, which precisely corresponded to the crash site of the crashed aircraft. What's even more strange is that in the airport surveillance footage, Ramesh only had a short clip of himself entering the airport. After that, it seemed as if he had been deliberately edited out and his figure could no longer be found. Ramesh, who was originally the sole survivor of the plane crash, should have been the object of everyone's sympathy. But now these seemingly existent discoveries make people have to start to doubt. However, some netizens questioned that if someone really saw Ramesh hiding something, why didn't they stop him immediately or call the police? Could there be something else behind it? ഇതിപ്പോൾ ഇതിനകത്ത് പറയുന്ന ഇയാളുടെ വീട് പരിശോധിച്ചപ്പോൾ ഇവർക്ക് ചില രേഖകൾ കിട്ടി. ആ രേഖകളിൽ ഫ്ലൈറ്റിന്റെ സ്ട്രക്ചറൊക്കെ ഉണ്ടായിരുന്നു, അതിന്റെ ഇന്റേണൽ ബ്ലൂ പ്രിന്റ്സ്, അതിൽ അയാൾ മാർക്ക് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, ഇനിയുള്ള കുറെ സംഭവങ്ങളൊക്കെ ഇവർ കണ്ടെടുത്തിട്ടുണ്ട്. ഇയാൾ അറസ്റ്റ് ചെയ്തു എന്ന രീതിയിലെ വാർത്ത. എന്നിട്ട് ഇതിന്റെ ഒരു ഭാഗത്ത് പറയുന്നുണ്ട് എയർപോർട്ടിലേക്ക് എൻ്റർ ചെയ്യുന്ന ഒരു വീഡിയോ ഉണ്ട്. ഇതിപ്പോൾ എല്ലായിടത്തും കോൺട്രഡിക്ഷൻ. എയർപോർട്ടിലേക്ക് വന്നെന്ന് പറയുന്നു, പിന്നെ അപകടം നടക്കുന്ന സമയത്ത് ഇയാള് മോളിലാണെന്ന് പറയുന്നു, അപകടം അത് കഴിഞ്ഞിട്ട് പറയുന്നു അപകടം നടന്ന സമയത്ത് ഇയാൾ അങ്ങോട്ട് കയറിയിട്ട് ഇങ്ങോട്ട് തിരിച്ചിറങ്ങി വന്നതാണ് അപകടത്തിന്റെ വ്യക്തിയുമായിട്ട് സ്വയം ധരിപ്പിക്കാനും അതിലൂടെ ഇയാൾക്ക് സോഷ്യൽ മീഡിയ ഫെയിം ഉണ്ടാക്കാനും. അപ്പം ഇങ്ങനെയെല്ലാം മൊത്തം കോൺട്രഡിക്ഷൻ ആയതുകൊണ്ടാണ് ഞാൻ ഈ വിഷയത്തിലേക്ക് എടുത്ത് നോക്കുമ്പോൾ ഇവരുടെ പേജിൽ, ഏവിയേഷൻ എന്ന പേജാണ്, ഫ്ലൈറ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് അതിനകത്ത് ഇടുന്നത്. ഒരു ഒഫീഷ്യൽ ന്യൂസ് ഏജൻസി ഒന്നും അല്ല ഇവർ, അല്ലെങ്കിൽ ഒരു നെറ്റീസൺ ജേർണലിസ്റ്റോ അങ്ങനെയൊന്നും പറയുന്ന ഒരു ഓൺലൈൻ മീഡിയ പോലും അല്ല എന്നാണ് ഞാൻ നോക്കിയിട്ട് മനസ്സിലാവുന്നത്. ഇത് താഴത്തേക്ക് പോകുമ്പോൾ മാർച്ച് 18 വരെയുള്ള വീഡിയോസൊക്കെ ഉണ്ട്. അങ്ങനെയുള്ള സംഭവങ്ങൾക്കൊക്കെ 2 ലൈക്ക്, വളരെ തുച്ഛമായ വ്യൂസൊക്കെയാണ്. പക്ഷേ ഈ എയർ ഇന്ത്യയുടെ ഈ അപകടം നടന്നതിന് ശേഷം ഇവർ തുടരെ ഇവർ ഇങ്ങനെയുള്ള വീഡിയോസ് പുറത്തു വിടുന്നതോടെ ഇവർക്ക് ഇഷ്ടം പോലെ റീച്ച് വരുന്നുണ്ട്. പ്രത്യേകിച്ച് നിങ്ങൾ ആ പേജ് എടുത്ത് നോക്കി കാണുന്ന ഒരു കാര്യം, ഈ പറയുന്ന വ്യക്തിയെ സംബന്ധിച്ച് ഇയാൾ സോൾ സർവൈവറായിട്ട് ബന്ധപ്പെട്ടുള്ള വാർത്തകളെന്നല്ല വീഡിയോസ് മാത്രമാണ് കൂടുതലും അതിനകത്ത് കാണാൻ സാധിക്കുക. എനിക്ക് തോന്നുന്നത് ഇവര് റീച്ച് കിട്ടാൻ വേണ്ടി ചെയ്യുന്ന ഒരു പരിപാടിയാണ്. ഏതെങ്കിലും ഒരു ഗൂഢാലോചന സിദ്ധാന്തം എന്നൊക്കെ പറയുന്ന പോലെ കോൺസ്പിറസി തിയറി പോലുള്ള സംഭവം എല്ലാ പാടും നടക്കുമ്പോൾ അങ്ങനെ ചില കോൺസ്പിറസി തിയറീസ് വരാറുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർ വാർത്തകളും പടച്ചുവിടാറുണ്ട്. ഈ ഒരു അപകടമായിട്ട് ബന്ധപ്പെട്ട് തുർക്കിയിലെ ഇൻവോൾവ്മെന്റ് ഉണ്ടോ, വേറെ രാജ്യങ്ങളിൽ ഇൻവോൾവ്മെന്റ് ഉണ്ടോ എന്നൊക്കെ രീതിയിലുള്ള കോൺസ്പിറസി തിയറീസ് പല ചാനലുകളും യൂട്യൂബ് ചാനലും ഒക്കെ ഡിസ്കസ് ചെയ്യുന്ന ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ എനിക്ക് മനസ്സിലാവുന്നത് ഇതൊരു കോൺസ്പിറസി തിയറിയാണ്, അല്ലെങ്കിൽ ഒരു ഫേക്ക് ന്യൂസ് ആണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഞാനൊരു ഫാക്ട് ചെക്കിംഗ് വെബ്സൈറ്റ് നോക്കിയായിരുന്നു. അപ്പോൾ അതിൽ കണ്ടൊരു കാര്യമാണ് ക്ലെയിം Vishwas Kumar Ramesh, the lone survivor of the London-bound Air India flight that crashed soon after the takeoff in Ahmedabad, has been arrested on suspicion of his involvement in the incident. അങ്ങനെ കുറെ ഫേസ്ബുക്ക് പോസ്റ്റുകൾ പ്രചരിക്കുന്നുണ്ട്. അതിലൊരു ഫേസ്ബുക്ക് തന്നെ ഷെയർ ചെയ്തിരിക്കുന്നത്, the only survivor of the Air India plane crash has been arrested. He was arrested at his home 48 hours after the incident. ഇങ്ങനെയാണ് ഒരു പോസ്റ്റ് വന്നിരിക്കുന്നത്. ഇതിങ്ങനെ വൈഡ് സ്പ്രെഡായിട്ട് പോകുന്ന ഒരു പോസ്റ്റാണ്. അതിനുശേഷം ഈ വെബ്സൈറ്റ് അതിൻ്റെ ഫാക്ട് എന്ന് പറയുന്ന ഭാഗത്ത് എന്താണ് സംഭവിച്ചു കൊടുക്കുന്നുണ്ട്. A keyword search for Vishwas Kumar Ramesh and arrested on Google did not yield any credible reports stating that the passenger has been arrested for his involvement in the plane crash as widely alleged. ഞാൻ ഈ സംഭവം സെർച്ച് ചെയ്ത് നോക്കിയായിരുന്നു, ഗൂഗിളിൽ നോക്കി, മെയിനായിട്ടുള്ള ന്യൂസ് പോർട്ടലിലൊക്കെ പോയി സെർച്ച് ചെയ്ത് നോക്കി. അങ്ങനെ ഒരു സംഭവം അതുകൊണ്ട് ഒരു സ്ഥലത്തും അങ്ങനെ ഒരു കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടില്ല. When then scanned through the official X handles of DGP Gujarat Police, Ahmedabad Police, which did not carry any such information about his alleged arrest. അപ്പോൾ ഇവര് ഈ ഫാക്ട് ചെക്ക് നടത്തിയവര് ഗുജറാത്ത് DGP, അത് ഗുജറാത്ത് പോലീസ്, അഹമ്മദാബാദ് പോലീസിന്റെ ഒക്കെ പഴയ ട്വിറ്റർ, ഇപ്പോഴത്തെ എക്സ് ഹാൻഡിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കുമ്പോഴും ഇതുമായിട്ട് ബന്ധപ്പെട്ട് യാതൊരു വാർത്തകളുമില്ല. ന്യൂസ് ചെക്കർ ദെൻ റീച്ച് ടു ജയ്പാൽ സിംഗ് റാത്തോർ, അഡീഷണൽ കമ്മീഷണർ ഓഫ് പോലീസ് സെക്ടർ 2 Ahmedabad city, who clarified that Ramesh has not been arrested in any case, further confirming that the viral claim is fabricated. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സംഭവം ഫാബ്രിക്കേറ്റഡ് ആണെന്ന് പൂർണ്ണമായിട്ടും ഇവരിത് വെരിഫൈ ചെയ്തു. അവർ അഹമ്മദാബാദ് സെക്ടർ 2 അസിസ്റ്റന്റ് കമ്മീഷണർ പോലീസുമായിട്ട് ഇവർ ബന്ധപ്പെട്ട് അങ്ങനെ ഒരു അറസ്റ്റേ നടന്നിട്ടില്ല. മാത്രമല്ല അതിന് പിന്നാലെ വരുന്ന ക്ലെയിം ഇയാൾ അതിനകത്ത് ഫ്ലൈറ്റിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളത്. ഇദ്ദേഹത്തിന്റെ ബ്രദർ ആ ഫ്ലൈറ്റിൽ ഉണ്ടായിരുന്നു. നിങ്ങൾ ഈ ന്യൂസിൽ സെർച്ച് ചെയ്യാൻ കാണാം, പരിക്കൊക്കെ വെച്ചിട്ടാണ് ഇദ്ദേഹത്തിന്റെ സഹോദരന്റെ മരണാനന്തര ചടങ്ങുകളിൽ ഈ രമേശ് പങ്കെടുക്കുന്നത്. എൻ്റെ വീഡിയോസൊക്കെ മാധ്യമങ്ങളിലും അതുപോലുള്ള കാര്യങ്ങളിലൊക്കെ ഉണ്ട്. അപ്പോൾ
ഈ ഒരു സംഭവം സത്യത്തിലൊരു ഫേക്ക് ന്യൂസ് ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ ഒരു അറസ്റ്റ് സംഭവിച്ചില്ല. പിന്നെ നമ്മൾ ഈ ഫ്ലൈറ്റിലൊക്കെ യാത്ര ചെയ്യുക പറയുന്നത് നമ്മൾ സാധാരണ ബസ്സിൽ കയറി പോകുന്ന പോലെയൊന്നുമല്ല. അത് കൃത്യമായിട്ട് അതിൽ യാത്ര ചെയ്യുന്ന ആൾക്കാരുടെ വിവരങ്ങളുണ്ടാകും. ട്രാവൽ മാനിഫെസ്റ്റ് ഉണ്ടാകും. ട്രാവൽ മാനിഫെസ്റ്റ് ഇല്ല എന്നാണ് ഈ വാർത്തയിൽ പറയുന്നത്. അങ്ങനെ സംഭവിക്കാനേ സാധ്യതയില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ അവർ ആ വിവരം ഫ്ലൈറ്റിൽ ആ ട്രാവൽ മാനിഫെസ്റ്റ് എങ്കിലും പുറത്തു വിടണം. അതിലത് വെറുതെ പറഞ്ഞാണ്. ഇപ്പോൾ ആ ന്യൂസ് കണ്ടിടത്തോളം എനിക്ക് മനസ്സിലായത് കണ്ടന്റ് എഴുതിയിട്ട് ഒരു ടെക്സ്റ്റ് ടു സൗണ്ട് എന്ന് പറയുന്ന AI ടൂൾസുകളുണ്ട്. നമ്മളൊരു ടെക്സ്റ്റ് കൊടുത്ത് നമ്മളൊരു ടോൺ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ന്യൂസ് വായിക്കുന്ന ടോൺ പോലെ അത് ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് ഇഷ്ടമുള്ള ഇംഗ്ലീഷ് തിരഞ്ഞെടുക്കാം. ഇന്ത്യൻ ഇംഗ്ലീഷ് തിരഞ്ഞെടുക്കാം, അമേരിക്കൻ ഇംഗ്ലീഷ് തിരഞ്ഞെടുക്കാം, ബ്രിട്ടീഷ് ഇംഗ്ലീഷ് തിരഞ്ഞെടുക്കാം, ഏത് വേരിയേഷൻ ഓഫ് ആക്സെന്റ് നമുക്ക് തിരഞ്ഞെടുക്കാം. എന്നിട്ട് നമ്മൾക്ക് പറഞ്ഞെടുക്കുക ഏത് ടോണിൽ ഇത് പറയണമെന്നുള്ള. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറയുന്ന ആ രീതിയിൽ ഇത് ഡെവലപ്പ് ചെയ്ത് വരും. ആ വോയിസ് ഓവർ കൊടുത്തിട്ട് ഇവർ കുറച്ച് വിഷ്വൽസ് വെച്ച് ഫാബ്രിക്കേറ്റ് ചെയ്തെടുത്ത ഒരു വീഡിയോ ആണെന്നാണ് മനസ്സിലാകുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ബസ്സിലേക്ക് കയറുമ്പോൾ ചിലപ്പോൾ ഒരു ബസ് സ്റ്റോപ്പിൽ കയറി മറ്റേ ബസ് സ്റ്റോപ്പിൽ നിന്ന് ഇറങ്ങിപ്പോയി. അതിനെക്കുറിച്ച് ആര് യാത്ര ചെയ്തു, ആരാണ് കയറിപ്പോയി എന്നുള്ള കാര്യത്തിന് ധാരണ ഉണ്ടാവും. പക്ഷേ ഒരു ഫ്ലൈറ്റിൽ അങ്ങനെയല്ല. കൃത്യമായിട്ട് യാത്ര ചെയ്തവരുടെ ലിസ്റ്റ് ഉണ്ടാവും, ട്രാവൽ മാനിഫെസ്റ്റ് ഉണ്ടാവും, അതിനകത്തുള്ള പേരുണ്ടാവും. അതിലുള്ള പേരുണ്ട് എന്നാണ് വാർത്തകൾ മനസ്സിലാവുന്നത്. അതുമാത്രമല്ല അയാൾ സഞ്ചരിച്ചിരുന്ന സീറ്റ് 11A, അതേപോലെ അയാൾ ഫ്ലൈറ്റ് ടിക്കറ്റിൻ്റെ ഒക്കെ ചിത്രങ്ങളൊക്കെ നമുക്ക് ലഭ്യമാണ്. അപ്പോൾ ഇത്തരത്തിലൊരു സംഭവം നടക്കുമ്പോൾ ഇതുപോലുള്ള കാര്യങ്ങൾ, പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ അറ്റൻഷൻ ലഭിക്കുന്നതിന് ഇതുവരെ മണ്ടത്തരം ചെയ്യുമെന്നുള്ള കാര്യങ്ങളൊക്കെ പ്രചരിപ്പിക്കുന്നത്, അത് കണ്ടതിന് ശേഷം എനിക്ക് സങ്കടം തോന്നിയത്, അത്യാവശ്യം ചില കാര്യങ്ങൾക്ക് ബോധ്യമുണ്ടെന്ന് വിചാരിക്കുന്നവർ ഇത് ഫേസ്ബുക്ക് പോസ്റ്റായി ഇടുമ്പോൾ ഇതിനെക്കുറിച്ച് ധാരണയില്ലാത്ത ആളുകൾ എത്രമാത്രം ഇതുപോലുള്ള ഫേക്ക് ന്യൂസുകൾ പ്രചരിപ്പിക്കുമെന്നാണ്. എന്തായാലും എന്താണ് ഈ വിഷയത്തിൽ പ്രേക്ഷകർക്ക് പറയാനുള്ളത് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. മറ്റൊരു പ്രതികരണം നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ ബൈ, ടേക്ക് കെയർ.